അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫയാ ഇഖ്വാനി ഫില്ലാ, ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന പ്രമുഖനായ പണ്ഡിതനാണ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ. സുലൈമാൻ ഇബ്നു സലീമില്ലാ റുഹൈലി ഹഫിളഹുല്ലാ. ഖുബ മസ്ജിദ് ഖുബയിലെ ഖത്തീബായിട്ടുള്ള, മസ്ജിദുൻ നബവിയിലെ മുദരിസായിട്ടുള്ള പ്രമുഖനായ പണ്ഡിതനാണ്. ഏറെ സുപരിചിതനായ ആലിമാണ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ. അദ്ദേഹം പറയാണ്, കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ടല്ലോ, ഉമ്മത്തിലെ എല്ലാ ആളുകൾക്കും അള്ളാഹു അഫ്വ് ചെയ്തു കൊടുക്കുന്നതാണ്. ഇല്ലൽ മുജാഹിരീൻ, മുജാഹിറുകൾക്കൊഴികെ. മുജാഹിറുകൾക്ക് അള്ളാഹുവിൻ്റെ പാപമോചനം ലഭിക്കുകയില്ല, അള്ളാഹു അഫ്വ് ചെയ്യുകയില്ല എന്ന് പറയുന്ന ഹദീസ്. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും, മുജാഹിറുകൾക്കൊഴികെ. ആരാണ് മുജാഹിർ? തെറ്റ് പരസ്യപ്പെടുത്തുന്നവൻ, പരസ്യമായി തെറ്റ് ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. മുജാഹിർ എന്ന പരിധിയിൽപ്പെടുന്നത് രണ്ട് വിഭാഗം ആളുകളാണ്. അതാണ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ വിശദീകരിക്കുന്നത്. അള്ളാഹു തആല പുറത്തു കൊടുക്കാത്ത വിഭാഗം. അദ്ദേഹം പറയണം, കുല്ലു മൻ ഫഅല ദംബ അമാമ നാസ് ഫഹുവ മിനൽ മുജാഹിരീൻ وكذلك كل من فعل الذنب خفية ثم أعلنه أمام الناس فهو من المجاهرين. كل من فعل الذنب أمام الناس, ജനങ്ങൾക്ക് മുമ്പിൽ പരസ്യമായി തെറ്റ് ചെയ്യുന്ന എല്ലാ ആളുകളും ഫഹുവ മിനൽ മുജാഹിരീൻ, അവൻ മുജാഹിറുകളിൽപ്പെട്ടവനാണ്. ആളുകൾ കണ്ടുകൊണ്ടിരിക്കെ പരസ്യമായി തെറ്റ് ചെയ്യുന്നവൻ മുജാഹിറാൻ. അതുപോലെ തന്നെ വകദാലിക കുല്ലു മൻ ഫഅല ദംബ ഖുഫിയതൻ, അപ്രകാരം തന്നെ രഹസ്യമായി തെറ്റ് ചെയ്യുകയും സുമ്മ അഅലനഹു അമാമൻ നാസ്, ജനങ്ങൾക്ക് മുമ്പിൽ അവൻ ചെയ്ത തെറ്റ് അവൻ തന്നെ പരസ്യപ്പെടുത്തുകയാണ്. ഞാൻ ഇന്ന തെറ്റ് ഇന്നലെ ചെയ്തു, അല്ലെങ്കിൽ മുമ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അവൻ തന്നെ പരസ്യപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള ആളുകളും ഫഹുവ മിനൽ മുജാഹിരീൻ, അവരും മുജാഹിറുകളിൽപ്പെട്ടവരാണ് എന്നാണ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആളുകൾ കാണുക, കൺമുമ്പിൽ വെച്ചുകൊണ്ട് പരസ്യമായി തെറ്റ് ചെയ്യുക എന്നുള്ളത് അത് മുജാഹറത്താണ്, അവൻ മുജാഹിറാണ്. അതുപോലെ തന്നെ രഹസ്യമായി ചെയ്ത തെറ്റ് പിന്നീട് അവൻ തന്നെ പരസ്യപ്പെടുത്തുന്ന അവസ്ഥ, അതും മുജാഹറത്താണ്, അവൻ മുജാഹിറാണ്. ഇവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മുജാഹറത്ത്, പരസ്യമായി തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്ത തെറ്റ് പിന്നീട് പരസ്യപ്പെടുത്തുക, അതിന് ഇത്രയേറെ ഗൗരവം വരാനുള്ള കാരണം? പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ആ തെറ്റിനോട് യാതൊരു നിലക്കുമുള്ള പ്രയാസമില്ല എന്നതിന് തെളിവാണ്. ആരുടെ മുമ്പിലും അള്ളാഹുവിനെ തൊട്ടും ലജ്ജിക്കുന്നില്ല, ജനങ്ങളെ തൊട്ടും ലജ്ജിക്കുന്നില്ല. അതുപോലെ തന്നെ രഹസ്യമായി ചെയ്ത തെറ്റ്, അള്ളാഹു മറച്ചു വെച്ച തെറ്റ് അവൻ പരസ്യപ്പെടുത്തുമ്പോൾ അവൻ ആ തെറ്റ് ചെയ്തതിൽ യാതൊരു കുറ്റബോധവുമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അവൻ ആ തെറ്റ് പരസ്യപ്പെടുത്തി എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മുടെ രഹസ്യവും പരസ്യവും നന്നാവണം. പരസ്യമായി തെറ്റ് ചെയ്യുക എന്നുള്ളതും ചെയ്ത തെറ്റ് പിന്നീട് പരസ്യപ്പെടുത്തുക എന്നുള്ളതും അതീവ ഗുരുതരമായ വിഷയമാണ് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സംഭവിച്ചു പോയ തെറ്റൊരിക്കലും നമ്മൾ പരസ്യപ്പെടുത്തരുത്. മറ്റുള്ളവരോട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പരസ്യപ്പെടുത്തുന്ന ഒരിക്കലും ശരിയല്ല. അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് മഗ്ഫിറത്തിന് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.